അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 32-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. യേശുവിന്റെ കാലിൽ വീഴുന്ന മറിയെക്കുറിച്ചാണ് ഇന്ന് നാം ശ്രദ്ധിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യമല്ല, 3 ആവർത്തി യേശുവിന്റെ പാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറിയയെ നമുക്ക് വീക്ഷിക്കാൻ കഴിയും. കാൽപാദത്തിൽ ചെന്ന് വീഴുക എന്ന് പറയുന്നത് നമ്മുടെ വിധേയത്തെയും വിനയത്തെയും കാണിക്കുമ്പോൾ മറിയോട് ചോദിക്ക്, എന്തുകൊണ്ട് വിട്ടുപിരിയാതെ യേശുവിന്റെ പാദപീഠത്തിൽ ചേർന്നിരിക്കാൻ നിനക്ക് കഴിയുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യത്തിലാണ് പ്രാരംഭമായി മറിയ യേശുവിന്റെ പാദത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിന്റെ തിരുവചനം ശ്രദ്ധിക്കാനും ശ്രവിപ്പാനുമായി നല്ല അംശം തിരഞ്ഞെടുത്ത് യേശുവിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്ന ഒരു മറിയെ നമുക്ക് പ്രാരംഭമായി കാണാൻ കഴിയും. രണ്ടാമത്, ലാസറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യേശു ബഥാനിയിലേക്ക് വരുമ്പോൾ യേശു വന്നു എന്ന വാർത്തയെ അറിഞ്ഞ് അവന്റെ പാദപീഠത്തെങ്കിൽ ചെന്ന് വീഴുന്ന മറിയ അവനോട് പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നുവെന്നും. 3-ാമത്തെ പ്രാവശ്യം ഇതിനനന്തരം ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം യേശു ബഥാനിയിലേക്ക് വരുമ്പോൾ മറിയ ഒരു സുഗന്ധദ്രവ്യ തൈലം യേശുവിന്റെ കാലിൽ ഒഴിച്ച് തലമുടി കൊണ്ട് തുവർത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ 3 സന്ദർഭത്തിലും മറിയ യേശുവിന്റെ പാദത്തിൽ ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാം. ചോദ്യം ഇതാണ്: യേശുവിന്റെ പാദത്തിന് ഇത്രമാത്രം പ്രത്യേകത എന്താണുള്ളത്? ഉണ്ട്, പ്രത്യേകതകളുണ്ട്. വിലമതിക്കാനാവാത്ത മൂല്യമുള്ള ചില അനുഭവങ്ങൾ ആ പാദത്തിൽ നിന്നും പുറത്തു വരുന്നത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. നമുക്കൊന്ന് ചിന്തിക്കാം, ആ പാദത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന്. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി. യേശുവിന്റെ കാലിന്റെ പ്രഥമമായ പ്രത്യേകത എന്ന് പറയുന്നത് ഏതുവിധ രോഗമായാലും ദീനമായാലും അവന്റെ കാൽ കീഴിൽ വന്നാൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കാൻ കഴിയും എന്ന സത്യമാണ്. യേശുവിന്റെ കാലിന്റെ രണ്ടാമത്തെ പ്രത്യേകത മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്നു അവനെ കണ്ടു കാൽക്കൽ വീണു. യേശുവിന്റെ കാൽക്കൽ വന്നു വീണ് തന്റെ കുഞ്ഞു മകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആ യായിറോസിനോട് ചോദിച്ചു നോക്ക്, എന്താണ് യേശുവിന്റെ കാലിന് ഇത്ര പ്രത്യേകത? യായിറോസ് പറയും, ആ കാലിൽ നിന്ന് എൻ്റെ മകൾക്ക് ജീവൻ പകരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിൽ ആ കാലിന്റെ പ്രത്യേകത അത് മരണമല്ല, ജീവനെ പകർന്നു കൊടുക്കുന്ന കാലാണ്. യേശുവിന്റെ കാലിന്റെ 3-ാമത്തെ പ്രത്യേകത ലൂക്കോസ് വിശേഷം 7-ാം അധ്യായത്തിന്റെ 44 മുതൽ താഴേക്കുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാപിനിയായ ഒരു സ്ത്രീ യേശുവിന്റെ പാദപീഠത്തെങ്കിൽ വന്നിരുന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്യുന്നു. പരിമള തൈലം കൊണ്ട് അവന്റെ കാലിനെ പൂശി അവന്റെ കാൽപാദത്തെങ്കിൽ ചേർന്നിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആ സ്ത്രീയോട് യേശു പറയുന്ന മറുപടിയാണ് 7-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ: സ്ത്രീയെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. യേശുവിന്റെ കാലിന്റെ 3-ാമത്തെ പ്രത്യേകത ആ പാദപീഠം പാപങ്ങളെ മോചിക്കാൻ ശക്തിയുള്ളതാണ്. യേശുവിന്റെ പാദത്തിന്റെ 4-ാമത്തെ പ്രത്യേകത മറിയയെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം ചിന്തിച്ചത് യേശുവിന്റെ പാദപീഠത്തെങ്കിൽ ചെന്നിരുന്ന് നല്ല അംശം തിരഞ്ഞെടുക്കുന്ന ഒരു മറിയെ ലൂക്കോസിന്റെ സുവിശേഷം 10-ന്റെ 48 നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ അതിന് മറുപടി പറയുന്നത് മറിയയല്ല, പത്രോസാണ്. പത്രോസ് പറഞ്ഞൊരു മറുപടി എങ്ങനെയാ: നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? ആ പാദത്തിന്റെ മറ്റൊരു പ്രത്യേകത, ആ പാദത്തിൽ നിന്ന് നിത്യജീവന്റെ മൊഴികൾ നമുക്ക് പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ്. യേശുവിന്റെ പാദത്തിൽ നിന്നും പാപമോചനമുണ്ട്, യേശുവിന്റെ പാദത്തിൽ രോഗസൗഖ്യമുണ്ട്, യേശുവിന്റെ പാദത്തിൽ നിത്യജീവനുണ്ട്, യേശുവിന്റെ പാദത്തിൽ ജീവനുണ്ട്. മറിയയ്ക്ക് ഈ തിരിച്ചറിവുകൾ ലഭിച്ചിട്ടാണോ ആ വിശിഷ്ടമായ പാദപീഠത്തെങ്കിൽ ചേർന്നിരുന്ന് സേവ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലെങ്കിലും ഇന്ന് ഇത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ചില വെളിപ്പാടുകൾ കത്തട്ടെ. ഈ പാദപീഠത്തെങ്കിൽ ചേർന്നിരുന്ന രോഗസൗഖ്യമുണ്ട്, പാപമോചനമുണ്ട്, ജീവനുണ്ട്, നിത്യജീവന്റെ വചനം എനിക്ക് ശ്രവിക്കാൻ കഴിയും. എന്നാൽ ഇത്ര സവിശേഷമായ വിശിഷ്ടമായ ഈ പാദത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് തിരിച്ചറിയാത്ത യഹൂദന്മാർ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ക്രൂശിക്കാൻ കാൽവരി ക്രൂശിൽ തറയ്ക്കപ്പെടുമ്പോൾ ആ പാദപീഠത്തെങ്കിൽ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാതെ അതേ പാദത്തെങ്കിൽ അവർ ആണിയടിച്ചു കയറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത്ര വിശേഷതയുള്ള ഇത്ര ശ്രേഷ്ഠകരമായ പാദത്തിന്റെ വില മനസ്സിലാക്കാതെ കുത്തിത്തുളച്ച പാദത്തിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന ചോരത്തുള്ളിക്കണങ്ങൾ നിലത്തു വീണ് തെറിക്കുന്നത് കണ്ടിരുന്ന ദൃക്സാക്ഷിയായ യോഹന്നാൻ
പിന്നെ ഒരു അവസരത്തിൽ കാണുന്ന ഒരു ദർശനമുണ്ട്. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി ഒരു മഹാനാദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ നെലിയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ചയണിഞ്ഞ് ഹിമം പോലെ തലമുടിയുള്ളവൻ, അവന്റെ ശബ്ദം പെരുവെള്ളത്തിനൊത്ത ശബ്ദം, അവന്റെ കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാലായി അന്ന് അവൻ ദർശിക്കുമ്പോൾ നാളുകൾക്ക് മുൻപ് കുത്തിത്തുളച്ച ആ കാലിന്റെ പ്രത്യേകത യോഹന്നാൻ അന്ന് കണ്ടത് ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ ഒരു കാലായിട്ടാണ്. ഇത്ര വിശേഷതയുള്ള ഈ പാദപീഠത്തിങ്കിൽ ചേർന്നിരുന്ന് നിങ്ങൾക്ക് പ്രാപിക്കേണ്ട നന്മകളും വിടുതലുകളും അനുഭവങ്ങളും പ്രാപിച്ചെടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മറിയ അറിഞ്ഞോ അറിയാതെയോ ഈ പാദസേവ ചെയ്യുമ്പോൾ അറിഞ്ഞുകൊണ്ട് ആ പാദത്തിൽ ചെന്ന് വീഴാനും പ്രാപിക്കേണ്ടത് ചിലത് പ്രാപിപ്പാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തീർന്നില്ല. ഈ പാദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതെല്ലാം സംഭവിക്കുന്നതിന് മുൻപ് ഒരു പ്രവാചകൻ ഈ പാദത്തെ കുറിച്ച് എഴുതി വെച്ചൊരു പ്രവചനവാക്യം ഇങ്ങനെയാ. സക്രിയ പ്രവചനം 14-ാം അധ്യായം 4-ാം വാക്യം, അന്നാളിൽ അവന്റെ പാദം യെരുശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ കുത്തും. അന്ന് ഒലിവുമല രണ്ടായി പിളരും. യേശുവിന്റെ കാലിന്റെ പ്രത്യേകതകളിൽ ഏറ്റവും സമ്പന്നമായ പ്രത്യേകത ഒരിക്കൽ ആ പാദം ഒലിവുമലയിൽ കുത്തും എന്നുള്ളതാണ്. ഇനി അതിനധികം സമയമില്ല. ഒരുക്കത്തോട് കാത്തിരുന്ന് ആ പാദ സ്പർശനത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആ പാദത്തിൽ നിന്ന് പാപമോചനമുണ്ട്, ആ പാദത്തിൽ നിന്ന് രോഗസൗഖ്യമുണ്ട്, ആ പാദത്തിൽ നിന്ന് നിത്യജീവന്റെ മൊഴികൾ പ്രാപിച്ചെടുക്കാൻ കഴിയും. ആ പാദത്തിൽ നിന്ന് എനിക്ക് ജീവനുണ്ട് എന്ന് തിരിച്ചറിവ് പ്രാപിച്ചുകൊണ്ട് അന്ന് തിരിച്ചറിയാതെ യഹൂദന്മാർ കുത്തിത്തുളച്ച ആ പാദം, യോഹന്നാൻ കണ്ട വെള്ളോടിന് സദൃശ്യമായ ആ പാദം ഇനിയൊരിക്കൽ ഒലിവുമലയിൽ കുത്തും. അതിനു മുൻപ് എന്റെ പ്രാണപ്രിയൻ മേഘാരൂഢനായി വന്ന് എന്നെ ചേർക്കുമെന്നുള്ളൊരു ബോധ്യവും പ്രത്യാശയും നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞ് ഒരുക്കപ്പെട്ടവരായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.